അപ്പം ഈ പ്രോഗ്രസ് കാർഡ് ഒരു തലവേദനയാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ പിതാവ് ഒപ്പിടണം ഈ മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം ഞാനിത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചിരിക്കുക, ഇനി എന്ത് ചെയ്യും. മാത്രമല്ല വീട്ടിലുള്ള ഈ മെമ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതിനിടയിൽ എൻ്റെ അമ്മ പറയും ഇവൻ്റെ പ്രോഗ്രസ് കാർഡ് എന്താ വരാത്തത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി കാർഡ് അടിക്കണ്ടേ, അത് കാരണം അച്ചടിച്ച് വരണമെങ്കിൽ ഇത്തിരി നേരം വൈകും എന്ന് പറഞ്ഞ് അവസാനം ഈ മൺഡേ പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. ഞാൻ ആ ഞായറാഴ്ച സൺഡേ ഞാനിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ പ്രോഗ്രസ് കാർഡ് കൊണ്ടുപോയ ഇവർ മുഴുവൻ കാണും, ഈ ചേട്ടനനിയന്മാരൊക്കെ. ഇത്രയും ആൾക്കാരുള്ള കാരണം കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഉറങ്ങില്ല, വല്ല മരുന്ന് കൊടുത്ത് ഉറക്കണവർ. അങ്ങനെ ഞാൻ ഗതി കെട്ടിട്ട് അവസാനം ഇവർ അവിടെ ഇവിടെയൊക്കെ ഇല്ലാതായപ്പോൾ ഈ പ്രോഗ്രസ് കാർഡ് എടുത്ത് അപ്പനാണെങ്കിൽ തൊട്ടപ്പുറത്തൊരു മുറിയിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഈ ഡയറിയല്ല ഒരു പുസ്തകം എടുത്തിട്ട് ആ പ്രോഗ്രസ് കാർഡ് ഞാൻ എടുത്തപ്പോൾ ആ പ്രോഗ്രസ് കാർഡിൽ എൻ്റെ അപ്പൻ ആരും കാണാതെ ഒരു കള്ളനെ പോലെ വന്ന് ഒപ്പിട്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിൻ്റെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതിനകത്ത് ആരും കാണാതെ ഒപ്പിട്ടു എന്നും എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒപ്പിട്ട അപ്പനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ ആ ജനലിൽ കൂടി നോക്കിയപ്പോൾ ഒരു കൈ തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങേണ്ട എൻ്റെ അപ്പനെ എനിക്കൊന്ന് ഉമ്മ വയ്ക്കണമെന്ന് തോന്നി. അതുപോലെ ആയിരിക്കണം അപ്പൻ എന്നുകൂടെ ഞാൻ